മന്ത്രി സുധാകർജി മലയാള ഭാഷയ്ക്ക് മാത്രമായ ഒരു വകുപ്പ് പ്രത്യേകം രൂപീകരിച്ചാലോ എന്ന് ആലോചിച്ച് നടക്കുന്ന കവി മനസ്സ്. അങ്ങനെ ഒരു വകുപ്പുണ്ടാക്കി തന്നെ കവി മന്ത്രിയാക്കുമെന്ന് മനസ്സിൽ കണക്കുകൂട്ടി കവിത എഴുതി കേമനായെങ്കിലും കിട്ടിയത് പൊതു താമർത്തൽ വകുപ്പും രജിസ്ട്രേഷൻ വകുപ്പും. എന്നാലും വിടില്ല എന്നാണ് സുധാകർജി പറയുന്നത്. നിയമസഭയിൽ കുറഞ്ഞ കൂലി നിയമത്തിൽ മാറ്റം വരുത്താനുള്ള ബില്ലിൻ്റെ ചർച്ചയ്ക്കിടെയാണ് സുധാകർജിയുടെ ധാർമ്മിക രോഷം അണപൊട്ടിയത്. അൺഎയ്ഡഡ് സ്കൂളുകൾക്കെതിരെ ആഞ്ഞടിച്ചാണ് സുധാകർജി മാതൃഭാഷയിലേക്ക് കടന്നത്. 5 വർഷം ഇംഗ്ലീഷ് പഠിച്ച് 100-ൽ 100 മാർക്ക് നേടിയിട്ടും സുധാകർജിക്ക് സായിപ്പിൻ്റെ ഇംഗ്ലീഷ് ഇപ്പോഴും മനസ്സിലാവില്ല. എന്നാൽ ഇവിടെ മാതൃഭാഷ പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. അതേസമയം പട്ടികൾ പോലും മാതൃഭാഷയിലാണ് കുരയ്ക്കുന്നത്. പിന്നെ നായനാരുടെ ഇംഗ്ലീഷാണ് ബെസ്റ്റ് ഇംഗ്ലീഷ് എന്നും കവിജി പറഞ്ഞു വെച്ചു. ഇതാ വിശദമായി കേട്ടു നോക്കൂ. കേരളം നേരെ പ്രതിഷേധിക്കുന്ന മേഖലയാണ്. അക്കാഡമിക്കായും പ്രതിഷേധിക്കുന്നു, സാമ്പത്തികമായും പ്രതിഷേധിക്കുന്നു, വേതനപരമായും പ്രതിഷേധിക്കുന്നു. ഈ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ, അൺഎയ്ഡഡ് കോളേജ്, അൺഎയ്ഡഡ് സ്കൂൾ തികച്ചും അപരിഷ്കൃതമാണിത്. ഇത് നിയമനിർമ്മാണം മുഖാന്തരം ഇതിനെ നിയന്ത്രിക്കേണ്ട കാലം കഴിഞ്ഞു. അവിടെ യാതൊരു മിനിമം വയസ്സും ഇല്ല. മലയാള പാഠം സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെയല്ലേ മിനിമം വയസ്സ്? മലയാള പാഠം സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ വേലത്ത് നിർത്തും. കഴിഞ്ഞ മാസം എറണാകുളത്ത് നിന്നൊരു പത്രവാർത്ത ഉണ്ടായിരുന്നു. ഒരു കുട്ടി വീഴാൻ നേരത്തെ എൻ്റെ അമ്മ എന്ന് വിളിച്ചു. ആ കുട്ടിക്ക് 2 ദിവസം ക്ലാസ് കയറ്റിയില്ല. അമ്മ എന്ന് വിളിച്ചത് മലയാളത്തിൽ പത്രവാർത്തയാണ്. നാം എല്ലാത്തിനും മുമ്പിലാണെന്ന് പറയുമ്പോൾ എല്ലാത്തിനും മുമ്പിലല്ല എന്ന് അംഗീകരിക്കണം. മാതൃഭാഷയുടെ കാര്യത്തിൽ നമ്മൾ ലോകത്തിൻ്റെ ഏറ്റവും പിന്നിലാണ്. അപ്പോൾ തമിഴ്നാടോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്തോളൂ, ലോകം എടുത്തോളൂ, ഇംഗ്ലീഷിൻ്റെ മേധാവിത്വമൊന്നും ഫ്രഞ്ചുകാർ അംഗീകരിച്ചിട്ടില്ല ഇന്നുവരെ. ജർമ്മൻകാർ അംഗീകരിച്ചിട്ടില്ല, ജപ്പാൻകാർ അംഗീകരിച്ചിട്ടില്ല, സോവിയറ്റ് യൂണിയൻ അംഗീകരിച്ചിട്ടില്ല, ചൈന അംഗീകരിച്ചിട്ടില്ല. നമ്മൾ ആ കൊളോണിയൽ സംസ്കാരമായിട്ട് നടക്കണം. ഇംഗ്ലീഷ് മോശമാണെന്നല്ല, നമ്മളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചവരാണ്, ബഹുമാനമുണ്ട്. പക്ഷേ ലോകത്തെ ആദ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രീയ നേട്ടം ശൂന്യാകാശത്ത് പോയി. 958 പോകുന്നത്. ആദ്യം ഒരു പട്ടിയാണ് പോയത്. പട്ടി നിരവായം തിരിച്ചു വന്നപ്പോൾ അവിടെ ജീവൻ നിലനിൽക്കുന്നത് മനസ്സിലായി. പിന്നെ യൂണികകാരനെ അയച്ചു. പുരുഷൻ ഏതെല്ലാം കാര്യങ്ങൾ ജീവശാസ്ത്രപരമായ തടസ്സങ്ങൾ ഒഴിച്ച് ബാക്കി എന്തെല്ലാം ചെയ്യാം അതെല്ലാം സ്ത്രീകൾക്ക് ചെയ്യാം. അതായത് സോവിയറ്റ് ഭരണഘടന, സ്ത്രീ പുരുഷ സമത്വം. അവർ സ്ത്രീ അയച്ചു, വലന്റീന തെരസ്കോവയെ അയച്ചു. ഞാൻ പട്ടിയിലേക്ക് മടങ്ങി. പട്ടി അവിടെ കുരച്ചു. ഏത് ഭാഷയിൽ കുരച്ചു എന്നാണ് ചോദ്യം. പട്ടിയുടെ ഭാഷ അറിയാവുന്നവർക്കറിയാം, പ്രാദേശിക ഭാഷയിലെ കുരക്കത്തുള്ളത്. സായിപ്പിൻ്റെ ഭാഷയിലല്ല കുരച്ചത് പട്ടി, റഷ്യൻ ഭാഷയിലാണ്, ടോൾസ്റ്റോയുടെ ഭാഷയിലാണ്, ഡോസ്റ്റോവസ്കിയുടെ ഭാഷയിലാണ്, പുഷ്കിൻ്റെ ഭാഷയിലാണ്, മയക്കോവിസ്കിയുടെ ഭാഷയിലാണ്. മോശപ്പെട്ട ഭാഷയാണോ? കന്നിമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. അപ്പൊ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇംഗ്ലീഷ് അറിയാവുന്ന ആരുണ്ട് സാർ ഇവിടെ? സാർ, യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർക്ക് സായിപ്പിന് ഇംഗ്ലീഷ് പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഒറ്റ ഇംഗ്ലീഷ് പ്രൊഫസർക്കും ശരിയായ ഇംഗ്ലീഷ് അറിയില്ല. സംസാരിക്കാൻ എഴുതാൻ പറ്റും, എനിക്കറിയില്ല. ഞാൻ 5 വർഷം പഠിച്ചതാ. എനിക്ക് സായിപ്പ് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എഴുതാൻ പറ്റും. അതുകൊണ്ട് നായനാട് ഇംഗ്ലീഷാണ് ഏറ്റവും നല്ല ഇംഗ്ലീഷ്. കാര്യം മനസ്സിലായ പോലെ നമുക്ക്. So, Mr. Nayanar, how are you feeling this morning? How are you feeling this morning? Morning means every day I am. Okay. Like this 8:30. Take bath and other. Start the breakfast. That is 8:30. I just said 83 and still going strong. I just said that you're 83 years old and still leading the party into an election. That is never mind. 85 or 7 to Jyoti Basu. And 85 over Surjit. Right. Now I am after past it 82. Right. That is, old people are there. So how many hours have you been campaigning? How many hours in daily 3 meetings? 1 hour speech. Okay. Maximum. 45, 50 or 60. Maximum. Right. 1 hour address. കാര്യം മനസ്സിലായ പോലെ. അപ്പം ഇതൊക്കെ വലിയൊരു പാണ്ഡിത്യമാണ് കരുത്. അതുകൊണ്ട് ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ, സെൽഫ് ഫൈനാൻസ് കോളേജുകൾ നമ്മുടെ സംസ്കാരത്തിനെതിരാണ്.
ഭരണഘടനാ രീതിക്കെതിരാണ്, സാമ്പത്തിക നീതിക്കെതിരാണ്. അതുകൊണ്ട് മിനിമം വേതനം ഉറപ്പാക്കണം അവിടെ. ഇല്ലാത്തല്ല അടച്ചുപൂട്ടാനുള്ള നിയമനിർമ്മാണം കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് സഭയൊന്ന് ചർച്ച ചെയ്യണം. അല്ല, നമ്മൾ ചർച്ച ചെയ്യണം. നമ്മുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഞാനൊരു തീരുമാനം പറയില്ല. പക്ഷേ ഒരു നിയമം കൊണ്ടുവരണം. ഗവൺമെൻറ് നമുക്ക് ചർച്ച ചെയ്യാം. നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരുമെന്ന് ഒരിക്കൽ ടി.പി. രാമകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം വേഗം അസുഖം ഭേദമായിട്ട് വരും, നമുക്കപ്പോൾ ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ അതിന് അനുകൂലം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം മലയാള ഭാഷയെ വളരെ സ്നേഹിക്കുന്ന ആളാണ് തിരുവഞ്ചൂർ. അദ്ദേഹം അങ്ങ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് അധികം പറയാറുമില്ല. ഇവിടെ സഭയിൽ സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ ഇംഗ്ലീഷ് ഭാഷ അധികം ഉപയോഗിക്കാറില്ല. എന്നാൽ ഇതിലേക്ക് തന്നെ വലിച്ചിഴച്ചത് തിരുവഞ്ചൂരിന് പിടിച്ചില്ല. ഇടയ്ക്ക് കയറി തിരുവഞ്ചിയൂർ ആഞ്ഞടിച്ചു. ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച സുധാകർജിക്ക് മാത്രമല്ല ഇംഗ്ലീഷിൽ 100-ൽ 100 മാർക്ക് കിട്ടിയതെന്നും തനിക്കും ഫുൾ മാർക്കുണ്ടായിരുന്നെന്നും അതുകൊണ്ട് തന്നെ കൊച്ചാക്കാൻ നോക്കണ്ട എന്നും തിരുവഞ്ചൂർ ഇടയ്ക്ക് കയറി അടിച്ചു. അതോടെയാണ് സഭയിലെ ഭാഷാ പണ്ഡിതൻ സുധാകർജി തൽക്കാലത്തേക്ക് പത്തി മടക്കിയത്. നമ്മൾ ഒരുമിച്ച് പഠിച്ച കാലത്ത് ഭൂക്കോട്ടിലെ അങ്ങനത്തെ ഒരു ഫസ്റ്റ് കിട്ടി. എനിക്ക് ചുരുങ്ങിയ മാർക്കുള്ള സത്യം അതാണ് അല്ല എനിക്ക് കിട്ടിയെന്നുള്ള ശരി. അങ്ങനെ രണ്ടു കൂട്ടർക്ക് 100% കിട്ടിയോ? 100% കിട്ടിയോ നമുക്ക് രണ്ടും? അല്ല, എനിക്ക് വേറൊരാളിനെ പറ്റി പറയേണ്ടതൊക്കെ തെറ്റിപ്പോയത്, അത്രയേ ഉള്ളൂ. ഞാൻ തിരുത്തി ഇവിടെ വെച്ച് തിരുത്തുന്നു. അല്ല, ഇവിടെ വെച്ച് തിരുത്തുന്നു. അതെന്തോ ഒരു വേറൊരാളിനെ പറ്റി രണ്ടുപേർക്ക് 100% ഉണ്ടെന്നാണോ? തിരുവഞ്ചൂർ ഇപ്പോൾ സഭയുടെ റെക്കോർഡിൽ വന്നല്ലോ. ഞാനൊന്നും നിഷേധിക്കുന്നില്ല. വേറെ ഒരാളെ പറ്റി പറയാൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് എന്തോ തെറ്റിപ്പോയത്. അത് നിങ്ങൾ എന്നോട് ഇടയ്ക്ക് വെച്ച് പറഞ്ഞിരുന്നു. അതിപ്പോൾ ഞാനിവിടെ പറയുകയാണ്, ശരിയാണ്, അങ്ങനെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഒരേ ബെഞ്ചിൽ പഠിച്ചു. വീണ്ടും ഇടവേളയാണ്. അത് കഴിയുമ്പോൾ യുറോം ശർമിളയും അനിൽ അക്കരയും പിന്നെ സംശയവും.